ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ നമ്മൾ ഷഹീദ് പാർക്കിൽ പോയിട്ടുണ്ടായിരുന്ന അടിപൊളി പാർക്കാണ്. വാട്ടർഫാൾ ആണെങ്കിലും എല്ലാം ഒന്ന് അടിപൊളിയായിട്ടാണ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലൈറ്റ് എഫക്റ്റും അതേപോലെ തന്നെ ഗാർഡൻ ആണെങ്കിലും ഒക്കെ അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങളൊരു ഈവനിങ് ടൈം ആയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അതിൽ ആണെങ്കിൽ എൻട്രൻസ് ഫീ പറഞ്ഞത് ഫ്രീ ആയിട്ടാണ് നമുക്ക് എൻട്രൻസ് ഫീ. അതേപോലെ തന്നെ കാർ പാർക്കിംഗ് ഏരിയ ആണെന്നുണ്ടെങ്കിൽ അത്രയും നല്ല വിശാലതമായിട്ട് സൗകര്യമുള്ളൊരു കാർ പാർക്കിംഗ് ഏരിയയും കൂടി ഉണ്ട്. അണ്ടർഗ്രൗണ്ടും കൂടിയിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സൗകര്യം ഈ ഒരു പാർക്കിനുണ്ട്. ഈദ് ഡേയ്സിലും അതേപോലെ തന്നെ സ്പെഷ്യൽ ഡേയ്സിലൊക്കെ ഫയർ വർക്ക്സ് അതേപോലെ തന്നെ സ്പെഷ്യൽ പ്രോഗ്രാംസൊക്കെ ഇവിടെ കണ്ടക്ട് ചെയ്യാറുണ്ട്. കുവൈത്തിലുള്ള എല്ലാവരും തന്നെ ഈ ഒരു പാർക്ക് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത്രയും ഭംഗിയാണ് ഈ ഒരു പാർക്ക് കാണാനായിട്ട്. അതേപോലെ തന്നെ ലൈറ്റുള്ള പകൽ ടൈമിൽ വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും ഫോട്ടോസ് എടുക്കാനും ഒക്കെ ആയിട്ട്. ഞാൻ ഒരു നൈറ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ഫോട്ടോസ് എടുക്കുന്ന അത്ര ക്ലിയർ ഉണ്ടായിരുന്നില്ല. എന്നാലും അടിപൊളിയായിരുന്നു കാണാനായിട്ട്. അതേപോലെ തന്നെ എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഈ ഒരു പാർക്ക് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു കാര്യം പറയാനുള്ളത്, ഈ ഒരു പാർക്കിലോട്ട് വരുമ്പോൾ ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബാഗ്സ് അതൊന്നും ഈ ഒരു പാർക്കിലോട്ട് അലൗഡ് ആയിട്ടുണ്ടായിരുന്നില്ല. കയറുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മളുടെ ബാഗ്സ് എല്ലാം അവർ ചെക്ക് ചെയ്യും. എന്നിട്ട് മാത്രമാണ് അവർ എൻട്രി തരുള്ളൂ. പിന്നെ കുറേ വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ആ ഒരു പാർക്കിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോകുന്നത് ലുലു മോൾക്കാണ്. പിന്നെ അവിടെ ലുലു മോളിൽ ലൈവായിട്ട് ഫുഡ് കോർട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫുഡൊക്കെ ഐറ്റംസ് ട്രൈ ചെയ്യുന്നു. ആദ്യം തന്നെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ബില്ല് കാണിച്ചതിന് ശേഷമാണ് അവർ നമുക്ക് ഫുഡ് സെർവ് ചെയ്ത് തരുന്നത്. പിന്നെ നമുക്ക് ഒന്നെങ്കിൽ അവിടെ നിന്നിട്ട് തന്നെ കഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലോട്ട് കൊണ്ടുപോവുകയും ചെയ്യാം. അങ്ങനെയാണ് അവിടുത്തെ രീതികൾ. അതേപോലെ തന്നെ മസാല ദോശ അങ്ങനെ എല്ലാ ഐറ്റംസും അവിടെ ലൈവായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റ ബൈ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ പറയാൻ മറക്കരുത്.